വരാനിരിക്കുന്ന വലിയ വാർത്തകളുടെ ആദ്യ സൂചനകളുമായി വീണ്ടും 24 ഇന്റലിജൻസ്. തെരഞ്ഞെടുപ്പ് കാലത്തെ രാഷ്ട്രീയ കരുനീക്കങ്ങളുടെ വിശദാംശങ്ങളും 24 ഇന്റലിജൻസ് നൽകും. കേരളത്തിലെ കോൺഗ്രസിൽ ചില സുപ്രധാന നീക്കങ്ങൾ വൈകാതെ നടക്കും. അത് ഐ ഗ്രൂപ്പിനെ കേന്ദ്രീകരിച്ചായിരിക്കും. ഐ ഗ്രൂപ്പിൽ കെ.സി. വേണുഗോപാൽ ഏറ്റവും ശക്തനായ നേതാവായി മാറും. രമേശ് ചെന്നിത്തലയ്ക്കപ്പുറം മറ്റൊരു അധികാര കേന്ദ്രമായി കെ.സി. വേണുഗോപാൽ മാറും. ഗ്രൂപ്പിലെ പല നേതാക്കളും വേണുഗോപാലിന്റെ നേതൃത്വം ഇപ്പോൾ തന്നെ അംഗീകരിച്ചു കഴിഞ്ഞു. കേരളത്തിലെ കോൺഗ്രസിൽ എന്തു നടക്കുന്നു എന്ന ചോദ്യത്തിന് ഉത്തരമാണ് വയനാട്. വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ഉയർന്നുവന്ന തർക്കങ്ങളുടെ കേന്ദ്രം ചില ഐ ഗ്രൂപ്പ് നേതാക്കൾ തന്നെയായിരുന്നു. ആരാണ് ഇപ്പോൾ ഐ ഗ്രൂപ്പിന്റെ നായകൻ? ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടണമെങ്കിൽ കോഴിക്കോട് നടന്ന ഐ ഗ്രൂപ്പ് യോഗത്തിലെ ചർച്ചകളുടെ വിശദാംശങ്ങൾ മനസ്സിലാക്കണം. വയനാട് സീറ്റ് നഷ്ടപ്പെടുത്തിയ ഗ്രൂപ്പ് നേതൃത്വത്തിനെതിരെ വലിയ വിമർശനം യോഗത്തിലുണ്ടായി. രമേശ് ചെന്നിത്തലയെ വ്യക്തിപരമായി വിമർശിച്ച ഗ്രൂപ്പ് നേതാക്കൾ നാഥനില്ലാത്ത നിലയിലേക്ക് ഐ ഗ്രൂപ്പ് മാറിയെന്നും ആരോപിച്ചു. കെ.സി. വേണുഗോപാലിന് കോൺഗ്രസ് ഹൈക്കമാൻഡിലുള്ള സ്വാധീനം കേരളത്തിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളെ മാറ്റിമറിക്കുകയാണ്. ഐ ഗ്രൂപ്പിന്റെ നേതൃനിരയിലേക്ക് ഐ ഗ്രൂപ്പ് നേതാവായി ലോക്സഭാ സീറ്റ് വാങ്ങിയതും സംസ്ഥാന മന്ത്രിസഭയിലെത്തിയതുമൊക്കെ കെ.സി. വേണുഗോപാലിന്റെ പഴയ കഥകൾ. ഇപ്പോൾ കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം അനുസരിച്ച് കെ.സി. വേണുഗോപാൽ പാർട്ടിയിൽ രണ്ടാമനാണ്. വേണുഗോപാൽ കേരളത്തിലെ ഐ ഗ്രൂപ്പിന്റെ അമരക്കാരനായി മാറിക്കഴിഞ്ഞു. രമേശ് ചെന്നിത്തലയേക്കാൾ ഗ്രൂപ്പിന്റെ താൽപര്യം സംരക്ഷിക്കാൻ കെ.സി. വേണുഗോപാലിന് കഴിയുമെന്ന് വലിയ വിഭാഗം ഐ ഗ്രൂപ്പ് നേതാക്കൾ കരുതുന്നുണ്ട്. അവരുടെ നേതാവായി കെ.സി. മാറിക്കഴിഞ്ഞു. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ കേരളത്തിലെ കോൺഗ്രസിൽ നടക്കുന്ന വലിയ മാറ്റം ഐ ഗ്രൂപ്പിന്റെ നേതൃത്വം കെ.സി. വേണുഗോപാൽ സ്വയം ഏറ്റെടുക്കും എന്നതാകാം. കെ. സുധാകരനെ പോലെയുള്ള നേതാക്കൾ കെ.സി. വേണുഗോപാലിനെ നേതാവായി ഇപ്പോൾ തന്നെ അംഗീകരിച്ചു കഴിഞ്ഞു. കെ. മുരളീധരന്റെ വടകരയിലെ സ്ഥാനാർത്ഥിത്വവും ഐ ഗ്രൂപ്പിൽ മറ്റു പല ചർച്ചകൾക്കും വഴിവെച്ചു. പി. ജയരാജനെ തട്ടകത്തിൽ നേരിടാൻ കെ. മുരളീധരൻ തയ്യാറായി എന്നത് മലബാറിലെ കോൺഗ്രസുകാരെയും സ്വാധീനിച്ചിട്ടുണ്ട്. ഏറ്റെടുക്കാൻ ആളില്ലാത്ത വടകരയിലേക്ക് മത്സരിക്കാനൊരുങ്ങി മുരളീധരൻ എത്തിയത് ഐ ഗ്രൂപ്പിലെ നേതൃപ്രതിസന്ധിയിൽ രമേശ് ചെന്നിത്തലയ്ക്ക് തിരിച്ചടിയായി. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഐ ഗ്രൂപ്പിനെ നയിക്കുക ആരൊക്കെയാകുമെന്ന ചോദ്യത്തിന് ഇപ്പോൾ തന്നെ സൂചനകൾ കിട്ടിക്കഴിഞ്ഞു. കേരളത്തിലെ കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ ഇപ്പോൾ 4-5 ആണ്. ഇവർ തമ്മിലുള്ള ഏറ്റുമുട്ടൽ കോൺഗ്രസിൽ പ്രകടവുമാണ്. വയനാട് അതിന്റെ ഉരകല്ലായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശബരിമല വിഷയം ചർച്ചയാക്കാൻ ശബരിമല കർമ്മസമിതിയെ സംഘപരിവാർ ചുമതലപ്പെടുത്തി. ബി.ജെ.പിക്ക് വോട്ട് വർദ്ധിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചായിരിക്കും കർമ്മസമിതി പ്രവർത്തിക്കുക. വീടുകൾ തോറും കയറിയിറങ്ങി ലഘുലേഖകൾ വിതരണം ചെയ്യും. മുതിർന്ന RSS നേതാക്കൾക്കായിരിക്കും ഇതിന്റെ ഏകോപന ചുമതല. പത്തനംതിട്ടയിൽ മാത്രമല്ല സംസ്ഥാനത്തെമ്പാടും ശബരിമല പ്രചരണ വിഷയമാക്കാൻ സംഘപരിവാർ ശബരിമല കർമ്മസമിതിയെ ചുമതലപ്പെടുത്തി. പൂർണ്ണമായും തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ശബരിമല കർമ്മസമിതി പ്രവർത്തകർ ഉണ്ടാകണമെന്നാണ് നിർദ്ദേശം. തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം ചേർന്ന ശബരിമല കർമ്മസമിതി യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. പ്രത്യേക പോസ്റ്ററുകളും ലഘുലേഖകളും ഇതിനായി തയ്യാറാക്കും. സാമൂഹ്യ മാധ്യമങ്ങൾ വഴി ശക്തമായ പ്രചാരണത്തിനും തീരുമാനമായി. പത്തനംതിട്ട, തിരുവനന്തപുരം, പാലക്കാട്, തൃശൂർ, കോട്ടയം, ആലപ്പുഴ, ആറ്റിങ്ങൽ എന്നീ മണ്ഡലങ്ങളിലാണ് കർമ്മസമിതി പ്രവർത്തകർ സജീവമാകുക. ഇതിൽ തിരുവനന്തപുരവും പത്തനംതിട്ടയും കോട്ടയവും പ്രത്യേകം പരിഗണിക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ പാലിച്ച് പെരുമാറ്റച്ചട്ട ലംഘനം ഉണ്ടാകാതെ വിഷയമുന്നയിക്കാൻ കഴിയുമെന്നാണ് കർമ്മസമിതി നേതാക്കൾ അവകാശപ്പെടുന്നത്. ഈ നീക്കങ്ങൾക്ക് NSSന്റെ പൂർണ്ണ പിന്തുണയുമുണ്ട്. ബി.ജെ.പിക്ക് വോട്ട് കൂടാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിലേക്ക് മുതിർന്ന നേതാക്കളെ അയക്കും. നാമജപ ഘോഷയാത്രകൾ ഇതിന്റെ ഭാഗമായി പ്രാദേശിക തലത്തിൽ സംഘടിപ്പിക്കാനും ശ്രമം നടക്കുന്നുണ്ട് എന്നാണ്
24 ഇന്റലിജൻസിന് ലഭിച്ച വിവരം. വീട് വീടാന്തരം കയറി ലഘുലേഖകൾ വിതരണം ചെയ്യും. മുതിർന്ന RSS നേതാക്കൾക്കാണ് ഇതിന്റെ ചുമതല. പക്ഷേ പ്രവർത്തനം ശബരിമല കർമ്മസമിതിയുടെ പേരിലായിരിക്കും. വിശ്വാസ സംരക്ഷണത്തിന് വോട്ട് ചെയ്യണമെന്നാണ് ശബരിമല കർമ്മസമിതി മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യം. പത്തനംതിട്ടയിൽ നിർണായക സ്വാധീനമുള്ള ക്രൈസ്തവ സഭകളെ CPM സ്വാധീനിക്കുമെന്ന് 24 ഇന്റലിജൻസിന് വിവരം ലഭിച്ചു. ശബരിമല വിഷയമുയർത്തി BJP നടത്തുന്ന രാഷ്ട്രീയ പോരാട്ടങ്ങളെ പ്രതിരോധിക്കാനാണ് ഈ നീക്കം. BJPയിലേക്ക് വോട്ട് ചോരുന്നത് ഒഴിവാക്കാൻ NSSുമായി കോൺഗ്രസ് ചർച്ചയ്ക്ക് ശ്രമം തുടങ്ങിയതായി 24 ഇന്റലിജൻസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. പത്തനംതിട്ടയിൽ പ്രധാനമന്ത്രിയെ എത്തിക്കാനുള്ള BJP ശ്രമം ഒടുവിൽ വിജയം കണ്ടതായാണ് സൂചന. അടിയൊഴുക്കുകൾ വിധി നിശ്ചയിക്കുന്ന മണ്ഡലങ്ങളിൽ മുന്നിലാണ് പത്തനംതിട്ട ഇപ്പോൾ. തിരുവനന്തപുരം പോലെ സങ്കീർണമാവുകയാണ് പത്തനംതിട്ടയിലെ രാഷ്ട്രീയ സാഹചര്യം. കെ സുരേന്ദ്രൻ BJP സ്ഥാനാർത്ഥിയായതോടെയാണ് കാര്യങ്ങൾ പ്രവചനാതീതമായത്. സാമുദായിക സമവാക്യങ്ങൾ മാത്രമല്ല, രാഷ്ട്രീയ അടിയൊഴുക്കും പത്തനംതിട്ടയെ പിടിച്ചുലയ്ക്കുകയാണ്. പുറമേക്ക് UDF ആഭിമുഖ്യം പ്രകടിപ്പിച്ചിരുന്ന പത്തനംതിട്ടയെ മാറ്റിമറിക്കുന്നത് ശബരിമല വിധിയും തുടർന്നുണ്ടായ സംഭവവികാസങ്ങളുമാണ്. ക്രൈസ്തവ സഭകളുടെ നിലപാടും പത്തനംതിട്ടയിൽ മറ്റൊരു പ്രധാന ഘടകമാണ്. പള്ളിത്തർക്ക കേസിൽ സർക്കാരുമായി ഇടഞ്ഞു നിൽക്കുന്ന ഓർത്തഡോക്സ് സഭയ്ക്ക് മണ്ഡലത്തിൽ ചെറുതല്ലാത്ത സ്വാധീനമുണ്ട്. സർക്കാരുമായി നല്ല ബന്ധമല്ലെങ്കിലും പത്തനംതിട്ടയിൽ സഭാംഗമായ വീണ ജോർജിനെ അപ്പാടെ തള്ളിക്കളയാൻ ഓർത്തഡോക്സ് സഭ ഇപ്പോൾ തയ്യാറല്ല എന്നാണ് 24 ഇന്റലിജൻസിന് ലഭിച്ച വിവരം. സഭയുടെ വോട്ടുറപ്പിക്കാൻ ചില ചർച്ചകൾ അണിയറയിൽ ഇപ്പോഴും നടക്കുന്നുണ്ട്. NSS അടക്കം സമുദായ സംഘടനകളിൽ പലതും കെ സുരേന്ദ്രനെ പിന്തുണച്ചേക്കും. ഈ വോട്ട് UDF അക്കൗണ്ടിൽ നിന്നാകും ചോരുക എന്നത് കോൺഗ്രസ് ക്യാമ്പിനെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. PC ജോർജിന്റെ പിന്തുണ കെ സുരേന്ദ്രന് എങ്ങനെ ഗുണം ചെയ്യുമെന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല. 63,000-ൽ പരം വോട്ടുകളാണ് പൂഞ്ഞാറിൽ PC ജോർജ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയത്. അത്രയും വോട്ടുകൾ BJP പക്ഷത്തേക്ക് മറിക്കാൻ എന്തായാലും ജോർജിനിപ്പോൾ കഴിയില്ല എന്നാണ് 24 ഇന്റലിജൻസിന്റെ വിലയിരുത്തൽ. പത്തനംതിട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രചാരണത്തിനിറക്കാൻ BJP ശ്രമിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധിയെയോ പ്രിയങ്ക ഗാന്ധിയെയോ മണ്ഡലത്തിലെത്തിക്കാനാണ് കോൺഗ്രസും ആലോചിക്കുന്നത്. കോടിയുമായി ജലന്ധറിൽ നിന്നും ഫാദർ ആന്റണി മാടശ്ശേരി പിടിയിലായ കേസിൽ കൂടുതൽ വിവരങ്ങൾ ഉടൻ പുറത്തുവരും. പണം കൈവശം വെച്ചതിനെപ്പറ്റി ഫാദർ ആന്റണി നൽകിയ വിശദീകരണം തൃപ്തികരമല്ലെന്ന നിലപാടിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിന്റെ അടുത്ത അനുയായിയാണ് പിടിയിലായ ഫാദർ ആന്റണി. തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്രയും പണം എന്തിന് കൈവശം വച്ചു എന്നതിനെപ്പറ്റിയും അന്വേഷണം പുരോഗമിക്കുകയാണ്. ഫാദർ ആന്റണി മാടശ്ശേരി അത്ര നിസ്സാരക്കാരനല്ല. ജലന്ധർ രൂപതയിലെ ബിഷപ്പ് ഫ്രാങ്കോയുടെ വിശ്വസ്തൻ, രൂപതയിലെ ഏറ്റവും പ്രധാനികളിൽ ഒരാൾ. കന്യാസ്ത്രീ പീഡന കേസിൽപ്പെട്ട ഫ്രാങ്കോ മുളയ്ക്കലിനു വേണ്ടി പുറത്ത് കരുക്കൾ നീക്കിയത് ആന്റണിയായിരുന്നു. ഈ കേസിൽ നടന്ന ചില പണമിടപാടുകളിൽ ആരോപണ വിധേയനാണ് ആന്റണി മാടശ്ശേരി. എറണാകുളം സ്വദേശിയായ ആന്റണി ഫ്രാങ്കോ കേസിൽ തൃശൂർ കേന്ദ്രീകരിച്ച് നടത്തിയ ഇടപെടലുകൾ ഏറെ വിവാദമായിരുന്നു. ബിഷപ്പ് ഫ്രാങ്കോ ജലന്ധറിൽ മടങ്ങിയെത്തിയ ശേഷം നടത്തിയ കുർബാനയിൽ ഫാദർ ആന്റണിയുടെ പേരെടുത്തു പറഞ്ഞ് നന്ദി അറിയിച്ചിരുന്നു. ജലന്ധർ രൂപതയ്ക്ക് കീഴിൽ വിവിധ സ്ഥാപനങ്ങളുടെ നടത്തിപ്പ് ചുമതല ഫാദർ ആന്റണിക്കുണ്ട്.
കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ നടക്കുന്ന 2 സൊസൈറ്റിയുടെ നിയന്ത്രണവും ആന്റണിക്കാണ്. 10 കോടി രൂപയുമായി വാഹന പരിശോധനയ്ക്കിടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഫാദർ ആന്റണിയെയും മറ്റ് 6 പേരെയും കസ്റ്റഡിയിലെടുത്തിരുന്നു. പണത്തിന്റെ ഉറവിടം സംബന്ധിച്ച് ആന്റണി നൽകിയ വിശദീകരണങ്ങൾ തൃപ്തികരമല്ലെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകുന്ന സൂചന. കൂടുതൽ വിശദാംശങ്ങൾ തേടിയിട്ടുമുണ്ട്. ഈ കേസിൽ സുപ്രധാന വിവരങ്ങൾ ഉടൻ പുറത്തുവരും. തെരഞ്ഞെടുപ്പ് കാലത്ത് കോടിക്കണക്കിന് രൂപ കൈവശം വച്ചത് എന്തിന് എന്നതും ദുരൂഹമാണ്. എന്നാൽ ചില കേന്ദ്രങ്ങൾ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ നിന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ പിന്തിരിപ്പിക്കാൻ സമ്മർദ്ദം ചെലുത്തുന്നുമുണ്ട്. ഈ കേസിൽ ചില പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഉടൻ പുറത്തുവരാനിരിക്കുന്നത്. ഇന്റലിജൻസ് വീണ്ടും വരും. വാർത്തകളുടെ മുന്നൊരുക്കങ്ങളും രാഷ്ട്രീയ വിശകലനങ്ങളുമായി.